ഞാനിന്നൊരു അങ്കമാലിയും മാങ്ങാക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഈ അങ്കമാലിക്കാർ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ വെക്കുന്ന ഒരു കറിയാണ് ഈ മാങ്ങാക്കറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ കുറച്ച് ചനച്ചിട്ടുണ്ട്, പക്ഷെ നല്ല പുളിയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനീഗർ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ ഒരു മീഡിയം സവാള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അതൊരു ചട്ടിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 5-6 പച്ചമുളക് ഇടണ്ട. ഞാനിപ്പോൾ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു തുണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിതിന് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി കൊടുക്കാം. നല്ല ബലത്തിന് നമുക്കിത് തിരുമണം. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ സ്പൂണാട്ടോ, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കട്ടി കുറഞ്ഞ് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചൊന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്ക് അടുപ്പത്ത് വെക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇവിടെ അത് നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തതല്ലേ, അതുകൊണ്ട് നമുക്ക് മാങ്ങ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഓഫ് ചെയ്യാം. അത് നമ്മൾ പുരട്ടി വെച്ച വിനീഗറിൻ്റെ കൂട്ടാണ്, അതോടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ മാങ്ങക്കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ, നല്ല കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് 1-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ശരിക്കും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ചൂടായാൽ മതി. നമുക്ക് ഓഫ്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തൊഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചെറുള്ളിയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തു. കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.